ഭൂലോകത്തിന്റെ വിജയരാജ്ഞി. അധ്യായം 3. പുരോഹിത ഗണത്തിനുള്ള സന്ദേശങ്ങൾ. യൂറോപ്പിൽ രണ്ടാം ലോകമഹായുദ്ധം കലശലായി നടക്കുകയായിരുന്നു. അതിന്റെ നിസ്തർക്കമായ ഭവിഷ്യത്തുകൾ പല രാജ്യതന്ത്രജ്ഞന്മാരും ഹംഗറിയിൽ പോലും മുൻകൂട്ടി കണ്ടിരുന്നു. ദൈവനീതി അനുതാപവും പരിഹാരവും ആത്മപരിത്യാഗവും ഉപവാസവും നിർദ്ദേശിച്ചു. സിസ്റ്റർ നതാലിയയിലൂടെ ഈശോ ഹംഗറിയിലെ സഭയ്ക്ക് നൽകിയ ഒരു സന്ദേശമനുസരിച്ച് സഭയുടെ സ്വത്ത് ദരിദ്രർക്ക് വീതിച്ചു കൊടുക്കുവാനും അതിന്റെ മഹാസൗധങ്ങൾ ഉപേക്ഷിച്ചു പോകാനും പ്രായശ്ചിത്തം ആരംഭിക്കാനും നിർദ്ദേശിച്ചു. അല്ലെങ്കിൽ ദൈവം അവിടുത്തെ തിരുഹിതം അവർ നിറവേറ്റുന്നതിനായി ബലം പ്രയോഗിക്കുമെന്നറിയിച്ചു. രണ്ടാം ലോക മഹായുദ്ധാനന്തരം അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. പലരും ഈ നിർദ്ദേശം വിഡ്ഢിത്തമെന്ന് മാത്രമല്ല വിഭ്രാന്തിയായും അതിലുപരിയായി അചിന്തനീയവുമായി പരിഗണിച്ചു. അധികാരികളിൽ ചെറിയ ഒരു വിഭാഗം അത് പരിഗണനയ്ക്ക് വിധേയമാക്കിയെങ്കിലും അന്തിമ തീരുമാനം വൈകിപ്പോയി. പരിഹാരമോ പ്രായശ്ചിത്തമോ ചെയ്തില്ല എന്ന് മാത്രമല്ല, സിസ്റ്റർ നതാലിയയുടെ കുമ്പസാരക്കാരനച്ഛനോടും ഈ അനുഷ്ഠാനങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചു. ആ നല്ലവനായ പുരോഹിതൻ പരിഹാരാനുഷ്ഠാനങ്ങളുടെ പ്രചരണം സംഘടിപ്പിക്കുന്നതിൽ സജീവമായി വ്യാപൃതനായിരുന്നു. യുദ്ധത്തിന് ശേഷം കർദിനാൾ മൈൻഡ് സെന്റി 1945 രാജ്യത്തെ പ്രധാന ആചാര്യനായപ്പോൾ മാത്രമായിരുന്നു പരിഹാരാനുഷ്ഠാനത്തിനുള്ള പ്രസ്ഥാനം കാര്യഗൗരവത്തോടെ ആരംഭിച്ചത്. എന്നാൽ അത് അപ്പോഴേക്കും വളരെ താമസിച്ചു പോയി. ബുഡാപെസ്റ്റിൽ പരിഹാരാനുഷ്ഠാനങ്ങൾക്ക് മാത്രമായി അദ്ദേഹം ഒരു ചാപ്പൽ അനുവദിച്ചു എന്ന് മാത്രമല്ല, രാജ്യത്തെ പാപങ്ങൾക്ക് പരിഹാരവും പ്രായശ്ചിത്തവും അനുഷ്ഠിക്കുന്നതിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പുതിയ സന്യാസ സഭ രൂപവൽക്കരിക്കുന്നതിന് അനുമതി നൽകുകയും ചെയ്തു. നൂറുകണക്കിന് ആളുകൾ പരിഹാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള തീക്ഷ്ണതയോടെ ചാപ്പൽ കെട്ടിടത്തിന്റെ നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് വന്നുകൂടി. ചാപ്പൽ നിർമ്മിക്കുന്നതിന് കല്ലുകൾ ഓരോന്നായി അവർ ചുമന്നുകൊണ്ടുവന്നു. ചിലരെല്ലാം ഒരു പ്രായശ്ചിത്തമായി കല്ലുകൾ മുട്ടിന്മേൽ ഇഴഞ്ഞുകൊണ്ടുവന്നു. എന്നാൽ അതെല്ലാം ആശയ്ക്ക് ഒട്ടും വകയില്ലാത്ത വിധം വൈകിപ്പോയി. ചാപ്പൽ നിർമ്മാണം പൂർത്തിയായില്ല. കമ്മ്യൂണിസ്റ്റ് അധികൃതർ പുതിയ സഭയുടെ രൂപീകരണം തടസ്സപ്പെടുത്തുക മാത്രമല്ല, 1000-ലേറെ വർഷങ്ങളായി നിലനിന്നിരുന്ന സഭകളെ പിരിച്ചുവിടുകയും ചെയ്തു. സഭയ്ക്കുണ്ടായിരുന്ന സ്വത്തെല്ലാം അവർ കണ്ടുകെട്ടി. ജയിലുകളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും പുരോഹിതഗണം പ്രായശ്ചിത്തവും പരിഹാരാനുഷ്ഠാനവും ചെയ്യാൻ നിർബന്ധിതരായി. ഈ സന്ദേശങ്ങൾക്ക് അതിനുശേഷം അരനൂറ്റാണ്ടിലേറെ പിന്നിട്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ഫാത്തിമയിൽ നിന്ന് ഇങ്ങനെ പ്രസ്താവിച്ചു: മറ്റെന്നത്തെക്കാളും ഫാത്തിമ ഇന്ന് പ്രസക്തമാണ്. ഫാത്തിമ സന്ദേശം ഒരു നൂറ്റാണ്ട് മുമ്പായിരുന്നെങ്കിലും സന്ദേശങ്ങൾ ലഭിച്ച അക്കാലവും വർത്തമാനകാലവും തമ്മിൽ വളരെ സാമ്യമുണ്ട്. ഫാത്തിമയിൽ വെച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ വീണ്ടും പറഞ്ഞു: മനുഷ്യരാശിയുടെ ചക്രവാളത്തിന് മേൽ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുന്നുണ്ട്. ദർശിക്കാൻ മനസ്സില്ലാത്തവരും അഥവാ കമ്മ്യൂണിസ്റ്റ് പ്രചരണങ്ങളാൽ അന്ധരായി തീർന്നവരും മാത്രമേ എന്നും ഏറിക്കൊണ്ടിരിക്കുന്ന ലോകപാപങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുക. ഇക്കാലത്ത് ശിക്ഷ അചിന്തനീയമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പുണ്ടായിരുന്ന പരിഹാരം, പ്രായശ്ചിത്തം, ആത്മപരിത്യാഗം എന്നീ ആശയങ്ങൾ ആധുനിക കത്തോലിക്കരുടെ പദാവലിയിൽ നിന്ന് അപ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പുള്ള കത്തോലിക്ക ഭക്തിചര്യകൾ സ്വായത്തമാക്കിയ പഴമക്കാർക്ക് മാത്രമേ ആദ്യവെള്ളിയുടെയും ആദ്യശനിയുടെയും ആചാരങ്ങളെക്കുറിച്ച് അല്പമൊക്കെ ഗ്രാഹ്യമുള്ളൂ എന്നത് ദുഃഖകരമായ ഒരു സത്യമാണ്. അതൊക്കെ ഒരു അന്ധവിശ്വാസമായി തള്ളുന്നവരുമുണ്ട്. യുദ്ധവും സമാധാനവും എന്ന പ്രതിപാദ്യ വിഷയത്തെക്കുറിച്ചുള്ള അമേരിക്കയിൽ നിന്നുള്ള ഒരു ഇടയലേഖനത്തിൽ ഫാത്തിമയെക്കുറിച്ചോ സമാധാനത്തിനു വേണ്ടി മാതാവ് നിർദ്ദേശിച്ച പ്രായശ്ചിത്തത്തെയും പരിഹാരത്തെയും കുറിച്ചോ ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല.
ഐഹികമായ ഉദ്യമങ്ങളിലൂടെയും അഥവാ ലോക നേതാക്കളുടെ ക്രിയോന്മുഖതയിലൂടെയും സമാധാനം ഉണ്ടാകണമെന്നാണ് പലരുടെയും പ്രതീക്ഷ. വൈദികരുടെ പാപം ലോകത്തിന് വിന. ഒരു രാത്രിയിൽ ഈശോ പുരോഹിതർക്ക് വേണ്ടിയുള്ള സന്ദേശം നൽകി. ആത്മാക്കളെ പ്രതി ഞാൻ ഈ ലോകത്തേക്ക് വന്നു. ആത്മാക്കളെ രക്ഷിക്കുക എന്നത് നിങ്ങളുടെ ദൗത്യവും ചുമതലയുമാണ്. നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി ജീവിക്കണം. നിങ്ങൾ എന്നിലും എന്റെ സ്നേഹത്തിലും വ്യാപരിക്കുന്നെങ്കിൽ നിങ്ങൾ വിജയം വരിക്കും. പിന്നെ എന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഈ രാത്രിയിൽ മാരക പാപം വഴി 300 വൈദികർ എന്നെ ഗൗരവമായ വിധം വേദനിപ്പിച്ചു. ലോകമൊക്കെയിൽ നിന്നുമല്ല, വെറും 3 രാജ്യങ്ങളിൽ നിന്ന്. 150 പേർ നീ വസിക്കുന്ന രാജ്യത്ത് നിന്ന്. നിന്റെ ത്യാഗത്തിന്റെ യോഗ്യതകളിലൂടെ അതിൽ 200 പേരെ പറയാനാവതല്ലാത്ത അവരുടെ പാപങ്ങളിൽ നിന്ന് ഞാൻ രക്ഷിക്കും. എന്നാൽ മറ്റു 100 പേർക്ക് വേണ്ടി ആര് ത്യാഗമനുഷ്ഠിക്കും? വീണ്ടും വീണ്ടും ഞാൻ അവർക്ക് വേണ്ടി മരിക്കണം. എന്റെ ഹൃദയത്തിൽ അവർ മാരകമായ മുറിവുണ്ടാക്കുന്ന അത്രയും പ്രാവശ്യം ഈശോയോടൊപ്പം ഞാൻ ഈ ആത്മാക്കൾക്ക് വേണ്ടി സഹിച്ചു. എന്റെ ഈശോയെ, ഇത്രയധികം വേദനിപ്പിക്കുന്ന ഒരു ഗൗരവ പാപം തടയാൻ കഴിയുന്നതിന് ലോകത്തിലെ എല്ലാ സഹനങ്ങളും ഞാൻ സ്വാഗതം ചെയ്യും. ഞാൻ ഈശോയോട് പറഞ്ഞു, എന്റെ പ്രിയ ഈശോയെ, എന്ത് ത്യാഗത്തിനും ഞാൻ തയ്യാറാണ്. അവിടുന്ന് മറുപടി പറഞ്ഞു, ഇന്ന് നീ സ്വയം പ്രഹരിക്കുക. അങ്ങനെ വഴിതെറ്റി നടക്കുന്നവരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കാനും അവരെ എന്റെ ഹൃദയത്തോട് ചേർത്തണയ്ക്കാനും എനിക്ക് കഴിയും. ആ സമയങ്ങളിൽ സമൂഹ പ്രാർത്ഥനകളിൽ നിന്ന് അധികാരികൾ എന്നെ ഒഴിവാക്കിയിരുന്നു. കാരണം പല വിശേഷാൽ കൃപകളും അവർക്ക് പ്രകടമായി കാണാമായിരുന്നു. അതുകൊണ്ട് രഹസ്യത്തിൽ ഈശോ ആവശ്യപ്പെട്ടത് എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഇതിനു മുമ്പും ഞാൻ സ്വയം ചാട്ടകൊണ്ട് അടിച്ചതുകൊണ്ട് എന്റെ ശരീരം മുഴുവനും മുറിവുകൾ നിറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈശോയോട് ഞാൻ ചോദിച്ചു, എന്റെ പ്രിയ രക്ഷക, എന്റെ മുറിവുകളിൽ പതിക്കാതെ അടിക്കാൻ എന്റെ ശരീരത്തിൽ ഇടമില്ലല്ലോ. അവിടുന്ന് പ്രത്യുത്തരിച്ചു, നിന്റെ മുറിവുകളിന്മേൽ തന്നെ അടിക്കുക. കാരണം ആത്മാക്കളെ ഞാൻ രക്ഷിക്കുന്നതിന് ഇപ്പോൾ നീ സഹനം സ്വീകരിക്കുക അത്യന്താപേക്ഷിതമാണ്. ഞാൻ ചാട്ടുകൊണ്ട് അടിക്കപ്പെട്ടപ്പോൾ അനുഭവിച്ച സഹനങ്ങളോട് ചേർത്തുകൊണ്ട് നിന്റെ വേദന എന്റെ ദിവ്യഹൃദയത്തിന് അർപ്പിക്കുക. നിന്റെ പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി ഒരു നൈറ്റ് വിജിൽ വെക്കുക. വീണുപോകുന്ന പുരോഹിതർ. 1944 എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, വെള്ളിയാഴ്ച നോമ്പിനെ കുറിച്ചുള്ള നിബന്ധനകളിൽ വരുത്തിയ അയവ് റദ്ദാക്കാൻ വേണ്ടി പരിശുദ്ധ പിതാവിന് ഒരു കത്ത് എനിക്ക് അയക്കണം. കാരണം ഇതിലൂടെ ധാരാളം പുരോഹിതർ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. മാനവകുലമോ എനിക്ക് സമർപ്പിതരായ ആത്മാക്കളോ ആത്മപരിത്യാഗത്തിൽ നിന്ന് ഈ പഴുതിലൂടെ ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ആത്മപരിത്യാഗത്തിന്റെ ചൈതന്യം ലോകത്തിൽ കുറയുന്നതനുസരിച്ച് പാപങ്ങളും നിത്യനാശവും ലോകത്തിൽ വർദ്ധിക്കുകയാണ് എന്ന് എന്റെ സഭ അറിയേണ്ടതുണ്ട്. പാപങ്ങളും അവയുടെ ഫലമായുണ്ടാകുന്ന ഭവിഷ്യത്തുകളും കണ്ട് ഞാൻ വളരെ ദുഃഖിച്ചു. ഒരു വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ആത്മപരിത്യാഗത്തിന്റെ അഭാവം മൂലം പുരോഹിതരുടെ ആത്മാവ് എങ്ങനെയാണ് പാപത്തിന്റെ കൂടുതൽ കൂടുതൽ ആഴങ്ങളിൽ നിബദിക്കുന്നതെന്ന് കർത്താവ് കാണിച്ചു തന്നു. ഒരു മേശ നിറയെ വിഭവസമൃദ്ധമായ ആഹാരത്തിനു മുമ്പിലിരിക്കുന്ന ഒരു പുരോഹിതനെ ഞാൻ കണ്ടു. മതിയാവോളം ഭക്ഷിച്ചതിന് ശേഷം ഡിസേർട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അദ്ദേഹത്തിന്റെ ചെവിയിൽ മന്ത്രിച്ചു, അത് എടുക്കാതിരിക്കാൻ. അല്പനേരം ശങ്കിച്ചിരുന്ന ശേഷം ആ പ്രേരണയെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തടുത്തു, ആത്മപരിത്യാഗം എന്തിനു വേണ്ടി? കൃപ നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് അധപതിച്ചു. അടുത്ത പടി അലസതയായിരുന്നു. പിന്നീട് ആത്മാവിനെ കുറിച്ചുള്ള അശ്രദ്ധ. അദ്ദേഹത്തിന്റെ ചിന്ത കൂടുതൽ കൂടുതലായി ലോകത്തിലേക്കും ജഡത്തിലേക്കും ചാഞ്ഞു. കണ്ണുകളിലൂടെ പാപം ഉള്ളിൽ കടക്കാൻ ഇടവരുത്തി. അതിനുശേഷം വന്ന മാരക പാപമായിരുന്നു
വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തെ സംശയിക്കുക എന്നത്. ഒടുവിൽ അദ്ദേഹം നിത്യനാശത്തിന്റെ ഇരുണ്ട പാതയിലൂടെ നീങ്ങി. വളരെയധികം നാൾ ആ വൈദികൻ അയോഗ്യതയോടെ ദിവ്യബലി അർപ്പിച്ചിരുന്നു എന്നത് ഈശോയ്ക്ക് കഠിനമായ വേദന ഉളവാക്കുന്നതായിരുന്നു. ഈശോ എന്നോട് പറഞ്ഞു, പ്രിയ മകളെ, നിർഭാഗ്യവശാൽ ആ വൈദികനെ പോലെ എന്റെ ശുശ്രൂഷകരിൽ വളരെ പേരുണ്ട്. എന്റെ കൃപ നഷ്ടപ്പെടുന്നവർ വളരെ ആഴത്തിലേക്ക് അധപതിക്കുന്നു. പാപാവസ്ഥയിൽ ഒരു വൈദികൻ തിരുവോസ്തിയുടെ മേൽ കൂദാശകർമ്മം നിർവഹിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരു പുരോഹിതൻ തിരുവോസ്തിയുടെ മേൽ കൂദാശകർമ്മം നിർവഹിക്കുമ്പോൾ അവിടുന്ന് അൾത്താരയിൽ എഴുന്നള്ളി വരുമ്പോഴും പുരോഹിതൻ അവിടുത്തെ സ്പർശിക്കുമ്പോഴും ഉൾക്കൊള്ളുമ്പോഴും ഈശോ സഹിക്കുന്ന വേദന അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. പുരോഹിതൻ അൾത്താരയെ സമീപിച്ചപ്പോൾ ഈശോ അദ്ദേഹത്തിൽ നിന്നും തിരിഞ്ഞു നിന്നു. എന്നിട്ട് സ്വർഗപിതാവിന്റെ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പിതാവേ, സാധിക്കുമെങ്കിൽ ഈ പുരോഹിതന്റെ വിളി കേട്ട് അൾത്താരയിൽ സന്നിഹിതനായിരിക്കാനുള്ള എന്റെ ബാധ്യസ്ഥതയിൽ നിന്ന് ദയവായി എന്നെ ഒഴിവാക്കണേ. സ്വർഗപിതാവ് അവിടുത്തെ പുത്രന്റെ നേരെ കുനിഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ പുത്ര, തൽക്കാലം സഹിഷ്ണുത കാണിക്കുക. തൽക്ഷണം പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളും ഒന്നിക്കുകയും അവരിൽ നിന്ന് ബലിവസ്തു വേർതിരിയുകയും ചെയ്തു. സ്വർഗപിതാവ് സംസാരം തുടർന്നു, വിശ്വസിക്കുന്ന ആത്മാക്കളെ പരിഗണിക്കുക. അവർക്ക് ഈ പുരോഹിതനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ആത്മാർത്ഥ വിശ്വാസത്തോടെ അവിടുത്തെ സ്വീകരിക്കാൻ അവർ കാത്തിരിക്കുകയാണ്. കർത്താവ് ഇതെല്ലാം എന്നെ കാണിച്ചു തന്നത് അപ്രകാരമുള്ള ഒരു ബലിയർപ്പണത്തിൽ അവിടുത്തേക്ക് എന്താണ് തോന്നുന്നത് എന്ന് എന്നെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയായിരുന്നു. അവിടുന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് ഖേദജനകമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അർഹതയില്ലാത്ത ചിലർക്ക് ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ കൽപ്പിച്ചു നൽകി എന്നതാണ്. കന്യാസ്ത്രീകളുടെ ഇടയിൽ അപ്രകാരമുള്ള പാപികളായ ആത്മാക്കളുണ്ട് എന്നത് ഇതേപോലെ ദുഃഖകരമായ സംഗതിയാണ്. അവരുടെ മരണത്തിന് മുമ്പ് അവർ പരിവർത്തനപ്പെടുന്നില്ലെങ്കിൽ ആ ആത്മാക്കൾക്ക് ദുരിതം. അങ്ങനെയുള്ള ആത്മാക്കളുടെ നിത്യഭാഗധേയം ദർശിക്കുക ഭയാനകമാണ്. മറ്റൊരു സന്ദർഭത്തിൽ എന്നെ ആശ്വസിപ്പിക്കുന്നതിന് ഒരു പുരോഹിതൻ നിർമ്മല മനസാക്ഷിയോടെ അവിടുത്തെ വിളിക്കുമ്പോൾ പിതാവിന്റെ മഹിമയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി കുരിശിലെ ബലി നവീകരിക്കുന്നതിന് അൾത്താരയിൽ ഇറങ്ങി വരുന്നത് എത്ര വലിയ ആനന്ദകരമാണെന്ന് അവിടുന്ന് കാണിച്ചു തന്നു. അതുപോലുള്ള പവിത്രതയുള്ള പുരോഹിതരെ പരാമർശിച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് പറഞ്ഞു, അവർ എന്റെ ആനന്ദവും അഭിമാനവും സമാശ്വാസവും പ്രതീക്ഷയുമാണ്. ഒരു പരിധിവരെ അവർ മുഖാന്തിരമാണ് ഞാൻ ലോകത്തെ വീണ്ടെടുത്തത്. സഹനങ്ങളെ സ്നേഹിക്കുന്നവർ വിരളം. ഈശോ എന്നോട് ഇങ്ങനെ പ്രഖ്യാപിച്ചു, സഹനങ്ങളെ സ്നേഹിക്കുന്ന പുരോഹിതർ വളരെ വിരളമാണ്. അവരിൽ പലർക്കും സഹനങ്ങളെക്കുറിച്ചോ ആത്മപരിത്യാഗത്തെക്കുറിച്ചോ കേൾക്കാൻ പോലും ആഗ്രഹമില്ല. ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം സഹനങ്ങളോടുള്ള സ്നേഹത്തിന് അവർ എന്നോട് അപേക്ഷിക്കുക പോലും ചെയ്യുന്നില്ല എന്നതാണ്. പുരോഹിതന്മാർ അവർക്ക് തന്നെ വേണ്ടിയും അവർക്ക് ഭരമേൽക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും കുരിശിനോടുള്ള സ്നേഹത്തിനു വേണ്ടി നിത്യവും എന്നോട് അപേക്ഷിക്കണം. അവർ അത് ചെയ്യുകയാണെങ്കിൽ സഹനങ്ങളെ സ്നേഹിക്കാനുള്ള കൃപ ഞാൻ അവർക്ക് നൽകും. അത് അവർക്ക് മാധുര്യമായി തീരുകയും വീരോചിതമായ പ്രവൃത്തികൾ ചെയ്യുന്നതിന് അവർ പ്രാപ്തരാവുകയും ചെയ്യും. അവരിൽ നിന്ന് സ്നേഹത്തെ ഹിംസിക്കുന്ന എല്ലാറ്റിനെയും ഞാൻ നിശേഷം നശിപ്പിക്കുകയും ചെയ്യും. കുരിശിനോടും സഹനങ്ങളോടുമുള്ള സ്നേഹം ഞാൻ അവരിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. തന്നെയുമല്ല, സെറാഫിം മാലാഖയ്ക്കടുത്ത സ്നേഹം അവർക്ക് സമ്മാനിക്കുകയും ചെയ്യും. എന്റെ ഹൃദയത്തിന്റെ സവിശേഷമായ രഹസ്യങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള നിഗൂഢ കൃപകൾ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കും. പ്രത്യേകിച്ച് ആസന്നമായ സഹനങ്ങളുടെ സമയത്ത് എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈ സവിശേഷ കൃപ പ്രദാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഒരിക്കൽ ഈശോ എന്നെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. എന്റെ കർത്താവേ, അങ്ങ് ചെയ്തതുപോലെ സഹനങ്ങളെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. അങ്ങ് ചെയ്തതുപോലെ കുരിശു വഹിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഓ എന്റെ കർത്താവേ, എന്റെ എല്ലാ പ്രവൃത്തികളിലും അങ്ങയെ എപ്പോഴും മഹത്വപ്പെടുത്തുവാനും അങ്ങയുമായുള്ള ഐക്യത്തിൽ സദാ വ്യാപരിക്കുന്നതിനും അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റാനും വേണ്ട കൃപ എനിക്ക് നൽകണമേ. യേശുവിന്റെ അമ്മയായ മറിയമേ, എന്റെ ആത്മാവിന്റെ അമ്മേ, സഹനങ്ങളെയും ആന്തരികമായ ആത്മീയ ജീവിതത്തെയും സ്നേഹിക്കാനുള്ള മാർഗം ദയവായി എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. എന്റെ ഒരു ദർശനത്തിൽ ഈശോ ഒരു സംഘം പുരോഹിതരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. എന്റെ പുരോഹിതരെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പാപാന്തകാരത്തിൽ നിന്നാണ് നിങ്ങൾ എന്റെ അടുക്കൽ എത്തിയത്. നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ ദിവ്യഹൃദയത്തിലേക്ക് വരുവിൻ. ഈ ഹൃദയം എന്റേത് മാത്രമല്ല, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കൂടിയാണ്. സ്നേഹോഷ്മളമായ ഈ ഭവനത്തിലേക്ക് വരുവിൻ. ഞാൻ നിങ്ങൾക്ക് ഊഷ്മളത പകരുകയും നിങ്ങളെ ശുചിയാക്കുകയും എന്റെ ദിവ്യശക്തിയിൽ നിങ്ങളെ ചമയിക്കുകയും ചെയ്യാം. എന്നെ സ്നേഹിക്കുകയും എന്നോട് ചേരുകയും ചെയ്യുന്നതിൽ പരം മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾ എന്നെ അതുപോലെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാൽവരിയിലേക്ക് മാത്രമല്ല, താബോർ മലയിലേക്കും നയിക്കും. കർത്താവ് നെടുവീർപ്പിട്ടുകൊണ്ട് തുടർന്നു, ഓ താബോർ മലയെ, ഓ ആത്മാവേ, നിന്നിൽ എന്തുകൊണ്ടാണ് ഇത്രയും ശൂന്യത? ഓ ഗാഗുൽത്ത, നീ എന്തുകൊണ്ടാണ് ഇത്രയും പരിത്യക്തയായത്? ഓ പാപമേ, ഓ ജഡമേ, ഓ നരകമേ, നീ എന്തുകൊണ്ടാണ് ഇത്ര ജനനിബിഡമായിരിക്കുന്നത്? കുറെ പുരോഹിതന്മാർ ലോകത്തെ കൊണ്ടും സ്വയം കൊണ്ടും അത്രമാത്രം നിറഞ്ഞിരിക്കുന്നതിനാൽ അവരുടെ ആത്മാവിൽ എനിക്ക് വേണ്ടി ഒരു ഇടവും ശേഷിച്ചിട്ടില്ല. ഞാൻ അവർക്ക് പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൃപകൾ അവർ സ്വീകരിക്കുന്നതുമില്ല. എന്റെ കരുണയെ നിന്ദിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് രക്ഷകനെ സ്നേഹിച്ചാൽ ധാരാളം മതി. എന്നാൽ അവരുടെ സ്നേഹം ഏറെക്കുറെ എന്റേതിനോട് സാമ്യമുള്ളതാകണമെന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അവരുടെ വിലകെട്ട സ്നേഹത്തിന്റെ സ്ഥാനത്ത് എന്റെ സ്നേഹം നിറയ്ക്കാനും അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനുമുള്ള എന്റെ പ്രയത്നങ്ങളെ അവർ അങ്ങനെ തടയുകയും ചെയ്യുന്നു. സ്നേഹത്തെ പോഷിപ്പിക്കുന്ന യഥാർത്ഥ ഭോജ്യം സഹനമാണ്. ഞാൻ സ്നേഹിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഊട്ടുകയും അവർ തിരിച്ച് ഈ ഭോജ്യം കൊണ്ട് യഥാർത്ഥമായി എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് കർത്താവ് അവാച്യമായ സ്നേഹത്തോടെ തന്നെ സ്നേഹിക്കുന്നവരിലേക്ക് ശ്രദ്ധ തിരിച്ചു. എന്നാൽ അവിടുത്തെ സ്നേഹത്തെയും സർവശക്തിയെയും അംഗീകരിക്കാൻ പറ്റാത്ത ആത്മാക്കളെ പ്രതി അവിടുത്തെ വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അവിടുന്ന് പറഞ്ഞു, എന്റെ പുരോഹിതരെ, എന്റെ പ്രിയ അപ്പസ്തോലരെ, നിങ്ങളിലൂടെ ഞാൻ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന പദ്ധതിയിൽ അസാധാരണമായി ഒന്നുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് അനുതപിക്കാനും പ്രായശ്ചിത്തം ചെയ്യാനും സഭയെയും ലോകത്തെയും ഞാൻ ആഹ്വാനം ചെയ്തു. എന്നാൽ ആരും തന്നെ എന്നെ ശ്രവിച്ചില്ല. പക്ഷേ ഇതെല്ലാം സത്യമാണ്. പശ്ചാത്തപിക്കാത്ത ഏതൊരുവനും അവന്റെ പാപങ്ങളിൽ മരിക്കും. കൃപയുടെ അവസ്ഥയിൽ ജീവിക്കാത്ത പുരോഹിതരുണ്ട്. അത് അംഗീകരിക്കാൻ പോലും അവർ കൂട്ടാക്കുന്നില്ല. യഥാർത്ഥ ജീവിതം അവർ അറിയുന്നില്ല എന്ന് തന്നെയുമല്ല, അവർ അത് നിരസിച്ച് തള്ളുകയും ചെയ്യുന്നു. ഞാനാണ് യഥാർത്ഥ ജീവൻ. എന്നെ കൂടാതെ അവർക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പിന്നീട് കർത്താവ് ചില വൈദികരുടെ ആത്മീയ ജീവിതം എനിക്ക് കാണിച്ചു തന്നു. ചാട്ടകൊണ്ട് അടിക്കപ്പെട്ടതായും മുൾക്കിരീടം ധരിച്ചും ഈശോയെ ഈ ആത്മാക്കളിൽ ഞാൻ കണ്ടു. അവിടുത്തെ കഴുത്തിന് ചുറ്റുമായി ഒരു കയറുണ്ടായിരുന്നു. അവിടുത്തേക്ക് കഷ്ടിച്ച് നിൽക്കാൻ സാധിക്കുന്നുള്ളൂ. അവിടുന്ന് പറഞ്ഞു, ദാ കണ്ടോ, ഈ ആത്മാക്കളിൽ ഞാൻ സഹിക്കുകയാണ്. അവരുടെ എതിർസാക്ഷ്യം നിമിത്തമാണത്. അനുതാപ ജീവിതം നയിക്കാൻ ഞാൻ അവരെ അനുശാസിച്ചു.
ആത്മാക്കളുടെ നന്മയ്ക്ക് വേണ്ടി അവരിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധ്യമാകുന്നതിന് വേണ്ടി. എന്നാൽ അത് വെറുതെയായി.